ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ളോഗ്സ്. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? നമ്മുടെ പെരുന്നാൾ റാഹത്തായി, അൽഹംദുലില്ലാ. നമുക്ക് ഇന്നൊരു സോഫ്റ്റ് അരിപ്പത്തിരി തയ്യാറാക്കിയാലോ? ഇതെൻ്റെ ഉമ്മിയുടെ റെസിപ്പി ആട്ടോ. പുള്ളിക്കാരി അടിപൊളി ടേസ്റ്റിൽ അടിപൊളി ഫുഡ് തയ്യാറാക്കും. എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെയല്ലേ, അടിപൊളി ടേസ്റ്റിൽ ഫുഡ് തയ്യാറാക്കും. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അടിപൊളി അരിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആവശ്യമായ സാധനങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കപ്പ് മാവാണ് ആദ്യം എടുത്തിരിക്കുന്നത്. പിന്നെ 2 സ്പൂൺ ഉപ്പ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ കേട്ടോ. നിങ്ങൾക്ക് ആളിനനുസരിച്ച് സാധനങ്ങളുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് കുറേച്ച് ഇതിലേക്കിട്ട് നന്നായിട്ട് കട്ട പിടിക്കാതെ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മാവ് ഇതുപോലെ ഇളക്കി നല്ലപോലെ കിണ്ടി എടുക്കുന്നില്ല കേട്ടോ കാര്യം. ഇത് എത്രത്തോളം നമ്മുടെ കൈ എടുക്കാതെ നല്ലപോലെ കിണ്ടി എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ റൊട്ടിക്ക് സോഫ്റ്റ്നെസ് കിട്ടും. നിങ്ങളുടെ നാട്ടിൽ കിണ്ടി എടുക്കുന്നതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇതേപോലെ ഇളക്കി എടുക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ കിണ്ടി എടുക്കാന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇളക്കുന്നതിന് എന്താ പറയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ മാവ് ഈ ഒരു പരുവ് എത്തുന്നിടം വരെ നമുക്ക് ആ തിളച്ച വെള്ളത്തിലിട്ട് ഇതിനെ നന്നായിട്ട് കിണ്ടിയെടുക്കണം. ഇനി നമുക്ക് ഈ മാവിനെ നന്നായിട്ട് കുഴച്ച് കൈവച്ച് എടുക്കാം. ഈ കുഴപ്പിലും കിണ്ടി എടുക്കത്തിലൊക്കെയാണ് കേട്ടോ നമ്മൾ റൊട്ടി സോഫ്റ്റ് ആവുന്നത്. എത്രത്തോളം നമ്മളിങ്ങനെ കുഴയ്ക്കുന്നോ അതിനനുസരിച്ച് നല്ല സോഫ്റ്റിൽ നമുക്ക് നമ്മുടെ റൊട്ടി കിട്ടും. ഇതെൻ്റെ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ അരി ഉരുട്ട് റെസിപ്പി ആട്ടോ. പുള്ളിക്കാരി അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നേ. എല്ലാ അമ്മമാരും അങ്ങനെയാണ്, അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. നമ്മൾക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നത് പുറത്തോട്ട് പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോകുമ്പോഴാണ്. അത് ഓരോ ആഹാരത്തിൻ്റെ വിലയും നമുക്ക് മനസ്സിലാവുന്നത്. അത് എത്ര കഷ്ടപ്പെട്ടാണ് നമുക്ക് തയ്യാറാക്കി തരുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഓർക്കുമ്പോൾ തന്നെ കരച്ചിൽ വരുന്നുണ്ടല്ലേ. നന്നായിട്ട് കുഴച്ചെടുത്ത് ഈ മാവ് ഇനി നമുക്ക് ഉരുളകളാക്കി മാറ്റാം. നമ്മൾ കുഴച്ചിരുന്ന മാവ് നന്നായിട്ട് ഇതേപോലൊരു ബോൾ പരുവത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ മാവും അതുപോലെ റൗണ്ടാക്കി എടുക്കാം. ബാക്കിയുള്ള എല്ലാ മാവും നല്ലപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രസ്സിൽ വെച്ച് ഇതിനെ പരത്തിയെടുക്കാം. ഉരുളകളാക്കിയ മാവ് ഇതിലേക്ക് വെച്ച് നമുക്ക് ഇനി പ്രസ് ചെയ്തെടുക്കാം. നോക്കൂ, അടിപൊളി നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മുടെ റൊട്ടി തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മൾ ഉരുളകളാക്കി വെച്ചിരുന്നത് എല്ലാം ഈ ഷേപ്പിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതിനെ എല്ലാത്തിനെയും മറിച്ചും തിരിച്ചും ഇട്ട് ചുട്ടെടുക്കാം. ആള് റെഡിയായി കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ പുള്ളിക്കാരന് പലതരത്തിലുള്ള പേരുകളാന്നേ. അരി ഉരട്ടി, തേങ്ങ ഉരട്ടി, റൊട്ടി, അങ്ങനെ എല്ലാ പേരിലും പുള്ളിക്കാരൻ നമുക്ക് വിളിക്കാം. വളരെ സിമ്പിളാട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അരി ഉരട്ടി റെസിപ്പി ആട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞ സീക്രട്ട് മറക്കണ്ട. കുഴയ്ക്കുന്നതിലും കിണ്ടി നന്നായിട്ട് എടുക്കുന്നതിലാണ് ഈ റൊട്ടിയുടെ സീക്രട്ട്. അപ്പോൾ എങ്ങനെയാ, എല്ലാവരും തയ്യാറാക്കി നോക്കൂലേ? തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇതിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാൻ മറക്കരുതേ. അതും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ ദുബായ് വന്നിട്ട് ജോലി നോക്കുന്നവർക്കുള്ള ഒരു വീഡിയോ കേട്ടോ. എങ്ങനെ ഇവിടെ ഒരു പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കാന്നുള്ളൊരു വീഡിയോ ആണ്, കാണാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.